ഹായ്, റിവ്യൂ കാണുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിൽ വീഡിയോ വരുന്നില്ല എന്നൊക്കെ. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സപ്പോർട്ടൊക്കെ വളരെ വലുതാണ് തീർച്ചയായും. അപ്പോൾ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലെത്താൻ സഹായിക്കും, കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണും. തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2013 ഇറങ്ങിയ ജിസ് ജോയ് സംവിധാനം ചെയ്ത് ആസിഫ് അലി പ്രധാന വേഷത്തെത്തിയ ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമ കണ്ട പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും ആ സിനിമ മറക്കില്ല. സിനിമ വൻ വിജയമായില്ലെങ്കിലും രണ്ടാം പകുതിയിലെ ട്വിസ്റ്റിൻ്റെ അയ്യരുകളി കണ്ട് അന്തം വിട്ട് ആസ്വദിച്ച സിനിമയാണ് ബൈസിക്കിൾ തീവ്സ്. 4 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ സംവിധാനത്തിൽ വന്ന സിനിമയാണ് സൺഡേ ഹോളിഡേ. രണ്ടാം വരവിലും ആസിഫ് അലി തന്നെയാണ് നായകനായി വരുന്നത്. ആസിഫ് അലി നായകനായി ഈ വർഷത്തെ 4ാമത്തെ സിനിമയാണ് ഇത്. ചിത്രത്തിന്റെ സംഗീതം ദീപക് ദേവ്, ഛായാഗ്രഹണം അലക്സ് ജെ പുളിക്കൽ, എഡിറ്റിംഗ് രതീഷ് രാജ് എന്നിവരാണ് കൈകാര്യം ചെയ്തത്. കിരൺ VS, ഉരാസു എന്നിവരുടെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത് സംവിധായകൻ ജിസ് ജോയ് തന്നെയാണ്. നായികയായി അപർണ ബാലമുരളി എത്തിയപ്പോൾ ധർമ്മജൻ, സിദ്ദിഖ്, ശ്രീനിവാസൻ, ലാൽ ജോസ്, ആശാ ശരത്, സുധീർ കരമന, അലൻസിയർ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി വരുന്നു. എക്കണോമിക്സിൽ പ്രൊഫസറായ ശ്രീനിവാസന്റെ കഥാപാത്രം സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതി സിനിമയാക്കാൻ ചാൻസ് തേടി നടക്കുന്ന ആളാണ്. ഈ കഥ നടക്കുന്നത് ഒരു ഞായറാഴ്ചയാണ്. പലരും അവധിയെടുക്കുന്ന ദിവസത്തെ ചില സാധാരണ സംഭവങ്ങളെ അധികരിച്ചു തുടങ്ങുന്ന കഥയിൽ മലയാളത്തിലെ പ്രമുഖരായ നിർമ്മാതാവ് കൂടെയായ സംവിധായകൻ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു. ഇതറിഞ്ഞ പ്രൊഫസർ കഥാപാത്രം കഥ പറയാൻ സംവിധായകന്റെ അടുത്തെത്തുന്നതും കഥ പറഞ്ഞു തുടങ്ങുന്നതുമാണ് ഈ സിനിമയുടെ പശ്ചാത്തലം. നന്നായി കഥ പറയാൻ കഴിയുന്ന ഒരാൾ കഥ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ആസ്വദിക്കാൻ പറ്റും? തമാശകളെ ആസ്വദിക്കാൻ പറ്റും, കഥാപാത്രത്തിനുണ്ടാകുന്ന സങ്കടങ്ങൾ കേൾക്കുന്നവരും സങ്കടം ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണല്ലോ. അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ അനുഭവം. വളരെ സിമ്പിളായി കഥ പറയുന്ന സിനിമ. കുടുംബവും കൂട്ടുകാരും ഒക്കെ വരുന്ന ജീവിതത്തിലെ ചില നിമിഷങ്ങൾ. പബ്ബിലെ ഒരു ഗാനമല്ലാതെ വേറൊന്നും ബഹളമായി മാറാതെ പ്രേക്ഷകന്റെ കൂടെ നിൽക്കുന്നുണ്ട് സിനിമ. ആസിഫ് അലിക്ക് അഭിനയ പ്രാധാന്യമുള്ള വേഷമായി തോന്നിയില്ലെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ട്രാൻസിഷനെ വളരെ തന്മയത്വത്തോടെ തന്നെ അദ്ദേഹം സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നായികാ സ്ഥാനത്ത് പ്രധാന കഥാപാത്രമായി തന്നെ അപർണ ബാലമുരളി വരുന്നുണ്ട്. രസകരമായ സീനുകളൊക്കെ ചെയ്തെങ്കിലും പല സീനുകളിലും കൃത്രിമത്വം മുഴച്ചു നിൽക്കുന്നുണ്ട്. ചെറിയ റോളുകളിൽ വന്ന് കൈയ്യടി നേടുന്ന സിദ്ദിഖ് മാജിക് ഇവിടെയും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ആൻമരിയ കലിപ്പിലാണ് എന്നതിലെ പെരുങ്കുടി ബേബിയെ ഓർമ്മിപ്പിച്ചെങ്കിലും മികവുറ്റതാക്കിയിട്ടുണ്ട് ഈ റോളും. ബാക്കി എല്ലാവരും അവരുടെ റോളുകൾ മികച്ചതാക്കിയിട്ടുണ്ട്. നല്ല കുടുംബനാഥനായ അലൻസിയറും നല്ലൊരു ട്രാൻസിഷൻ വരുന്ന കഥാപാത്രമായ സുധീർ കർമ്മനെയും എടുത്തു പറയത്തക്ക രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളെല്ലാം ചേർത്ത് വെച്ച് ഒരു പാട്ടുണ്ടാക്കിയതുപോലെ തോന്നി. പ്രക്ഷാളനം, പ്രചണ്ഡനം, ദൃഷ്ടാടനം, ഹുമ്മേളനം, അങ്ങനെ പോകും ആ വാക്കുകൾ. വെള്ളമടിച്ച് പിമ്പിരിയായാണ് കഥാപാത്രങ്ങൾ എന്നതുകൊണ്ട് കഥയുമായി ചേർന്ന് നിൽക്കുന്ന ഗാനം എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷേ തിയേറ്റർ കാഴ്ചയിൽ നല്ല എനർജി വരുന്ന സംഗീതമായിരുന്നു ആ ഗാനത്തിൻ്റെത്. സംവിധായകൻ തന്നെ വരികളെത്തിയ വേറെയും ഗാനങ്ങളുണ്ട് ചിത്രത്തിൽ. അവയൊക്കെയും നന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കഥയോടൊപ്പം മുഴച്ചു നിൽക്കാതെ തന്നെ ഗാനങ്ങളും പോകുന്നുണ്ട്. നല്ല വരികൾ, നല്ല ശബ്ദം, നല്ല സംഗീതം. ചിരിപ്പിക്കാൻ ദ്വയാർത്ഥ പ്രയോഗങ്ങളെ അധികം കൂട്ടുപിടിക്കാത്തതിന് സംവിധായകൻ ഒരു കയ്യടി. ക്യാമറ കാഴ്ചകൾക്ക് വലിയൊരു സ്പേസ് സിനിമ നൽകുന്നില്ലെങ്കിലും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പശ്ചാത്തല സംഗീതവും നന്നായിരുന്നു. സിനിമയുടെ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇതൊരു ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു കാര്യവും അതിനെ തരണം ചെയ്യാനുള്ള യാത്രയും. പരിചയപ്പെടുന്ന കഥാപാത്രങ്ങൾക്കൊക്കെയും കഥകൾ പറഞ്ഞ് പ്രേക്ഷകന്റെ കണ്ണുനീർ ചാടിപ്പിക്കാൻ സ്പേസ് ഉള്ളപ്പോൾ അതിലേക്കൊന്നും അധികം മുതിരാതെ പ്രേക്ഷകനോടൊപ്പം ചിരിച്ച് വർത്തമാനം പറയുന്നുണ്ട് കഥാപാത്രങ്ങളും. ജീവിതത്തിൽ നമ്മൾക്കും ഭാഗമാക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ നന്നായി തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതേസമയം അവിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട സീനും സിനിമയിലുണ്ട്. ഒരാൾക്ക് ഒരു സ്വർണ്ണമാല വഴിയിൽ നിന്ന് കിട്ടിയാൽ ഒന്നുകിൽ പോലീസിനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ആരും കാണാതെ പോക്കറ്റിലിടും. അല്ലാതെ മറ്റൊരാൾ കാണാൻ വേണ്ടി അതും എടുത്ത് സന്തോഷത്തോടെ നോക്കി നിൽക്കുമോ? അങ്ങനെ ചില സംഭവങ്ങളും സിനിമയിലുണ്ട്. ഇടവേളയ്ക്ക് മുമ്പേ നല്ലൊരു സംഭവത്തിൽ അവസാനിച്ചെങ്കിലും അതിൻ്റെ തുടർച്ചയുടെ മറുവശം കൃത്യമായി പറയാത്തതും തിരക്കഥയുടെ പാളിച്ചയാണ്. ഒരു നഗരത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ കാണാത്ത കുറേ പേരുണ്ടാവില്ലേ? അങ്ങനെ ചില കഥാപാത്രങ്ങളെ വെച്ചൊരു കഥ പോലെയാണ് ഈ സിനിമ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ആസിഫ് അലിയുടെ കുടുംബമാണ്. അച്ഛൻ കഥാപാത്രം നന്നായി തന്നെ പ്രേക്ഷകരിൽ എത്തിക്കുന്നുണ്ട് അലൻസിയർ. അവസാന ഭാഗങ്ങൾ മികച്ചത് തന്നെ. ആദ്യ പകുതിയുടെ ഒഴുക്ക് രണ്ടാം പകുതിയുടെ ആദ്യത്തിൽ നഷ്ടമാവുന്നുണ്ടെങ്കിലും അവസാനത്തോടടുക്കുമ്പോൾ കഥ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ പേഴ്സണലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നായകൻ്റെ വീടും പയ്യന്നൂരാണ്. എൻ്റെ വീടും പയ്യന്നൂരാണല്ലോ. നായകനും നായികയും കാണുന്ന സമയത്തെ കണ്ണൂർ ഭാഷയിലെ വർത്തമാനം പറയാൻ ശ്രമിച്ചതും അത്ര മികച്ചതായി തോന്നിയില്ല. മാത്രമല്ല നാടിൻ്റെ ഭാഷയുടെ ഡീറ്റെയിലിംഗിലേക്ക് കുടുംബങ്ങൾ കാണിക്കുമ്പോൾ പോകാത്തത് ആസ്വാദനത്തെ ബാധിക്കുന്നില്ലെങ്കിലും സംവിധായകൻ്റെ ഒരു പോരായ്മയായി തന്നെ കാണുന്നു. വളരെ ലളിതമായൊരു കഥ, ചിരിയും ഒരല്പം കണ്ണുനനലും ഒക്കെയായി ആസ്വദിക്കാം. നല്ല പ്രകടനം, നല്ല ഗാനങ്ങൾ ഒക്കെയായി ബഹളങ്ങളില്ലാത്ത ഒരു ചെറിയ ചിരിയോടെ തന്നെ തിയേറ്റർ വിടാം. കുടുംബസമേതം കണ്ട് ആസ്വദിക്കാം. ഈ വർഷം തന്നെ വന്ന അവരുടെ രാവുകൾ എന്ന സിനിമയുമായി കഥാഗതിയിൽ ചില ബന്ധങ്ങൾ തോന്നിയെങ്കിലും വളരെ ആസ്വാദികരമായ രീതിയിൽ തന്നെയാണ് സിനിമ കഥ പറയുന്നത്. തിയേറ്റർ കാഴ്ചകളിൽ ഒരു പുഞ്ചിരി പോലെ ആസ്വദിക്കാവുന്ന സിനിമ. ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 3.25 ഔട്ട് ഓഫ് 5. അടുത്ത ആഴ്ച കുറേ ചിത്രങ്ങൾ വരുന്നുണ്ട്. മലയാള സിനിമാ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതായി നമുക്കറിയാം. ജനാധിപത്യ സംവിധാനത്തിൽ നിയമം അതിൻ്റെ വഴിയിൽ നന്നായി തന്നെ നടക്കട്ടെ എന്ന ആഗ്രഹത്തോടെ നമുക്ക് നല്ല സിനിമകൾക്കായി കാത്തിരിക്കാം. തിയേറ്ററിൽ വരട്ടെ. അടുത്ത ആഴ്ച പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.